നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വന്ന് മട്ടും മാതിരിയും ഭാവവും ഒക്കെ മാറി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ സ്വർണ്ണക്കൊള്ള, അതായത് ശബരിമല എന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ട ശ്രദ്ധയൊന്നും കൊടുത്തിട്ടില്ല. അവർ അതൊന്നും തന്നെ വോട്ട് ചെയ്യാൻ വരുമ്പോൾ അവർ ശ്രദ്ധിക്കുകയില്ല. അവരുടെ മനസ്സിൽ അതൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഒപ്പം മുഖ്യമന്ത്രി പറഞ്ഞത് ശബരിമലയിൽ ചില ക്രമക്കേടുകളൊക്കെ നടന്നിട്ടുണ്ട്, അതിന് കൃത്യമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന് ചോദ്യം ചോദിക്കാൻ പ്രതിപക്ഷം തയ്യാറായിരുന്നു. പ്രതിപക്ഷം ആകെ എടുത്തു പറഞ്ഞത് മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാമർശിച്ച പരാമർശങ്ങളെ കുറിച്ചും ഒപ്പം KPCC പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ പ്രതിപക്ഷം ഊന്നി പറഞ്ഞോളൂ, അല്ലെങ്കിൽ ചോദ്യം ഉയർത്തിയോളൂ. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച്. അതിന് ചോദ്യം ചോദിച്ച് ചോദ്യമുനയുമായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ വളരെ കൃത്യമായും വ്യക്തമായി തന്നെ പറയുന്നു. അതിൽ ആദ്യമേ അവർ പറയുന്നു, ഞാൻ നോക്കി വായിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ അതേ വാക്കുകൾ പറയണം എന്നതുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, ശബരിമലയിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രമക്കേട് അവിടെ നടന്നിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്, അതായത് അതിനെതിരെയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന്. എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചതെന്ന് വളരെ ശക്തമായി ശോഭാ സുരേന്ദ്രൻ ചോദിക്കുകയാണ്. ഒപ്പം ശോഭാ സുരേന്ദ്രൻ പറയുന്നത്, ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പെണ്ണ് കേസിൽ, ഒരു പെൺ വിഷയത്തിൽ ഈ ശബരിമല കൊള്ളയൊക്കെ ഒതുക്കാമെന്ന് നിങ്ങൾ കരുതി കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ജനങ്ങൾ മറക്കില്ല, പുറക്കില്ല എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രന് കൃത്യമായി മനസ്സിലായി, രാഹുൽ മാങ്കൂട്ടം വിഷയം ഇവരിങ്ങനെ കത്തിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാനുള്ള ഒരു ഏക കച്ചിത്തുരുമ്പാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് മനസ്സിലായി. കാരണം അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഇലക്ഷൻ സമയത്ത് പ്രചരണ വേളയിൽ ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടം വിഷയം ഞങ്ങളുടെ ഒരു പ്രചരണ ആയുധമേ അല്ല, ഇലക്ഷൻ ആയുധമേ അല്ല എന്ന് പറഞ്ഞ CPM ഇന്ന് ഈ തിരഞ്ഞെടുപ്പ് തുടങ്ങിയ ദിവസം ഇന്ന് രാവിലെ മുതൽ മുഖ്യമന്ത്രി മുതൽ ഗോവിന്ദ മാഷ് അടക്കമുള്ള എല്ലാ നേതാക്കളും, എല്ലാ CPM നേതാക്കളും ഒക്കെ തന്നെ പ്രതിഷേധിക്കുന്നതും പ്രതിരോധിക്കുന്നതും രാഹുൽ മാങ്കൂട്ടം എന്ന ഒരൊറ്റ പേരിലാണ്. മറ്റ് വിഷയങ്ങളൊന്നും തന്നെ അവിടെ അവരെ ശ്രദ്ധിക്കുന്നില്ല, അവർ അതിന് പ്രാധാന്യമേ കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയം നമ്മളിവിടെ മനസ്സിലാക്കുകയാണെങ്കിൽ രാഹുലിനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം തന്നെയാണ് മുഖ്യമന്ത്രി നടത്തിയത്. ഒപ്പം സ്വർണ്ണക്കൊള്ള പറഞ്ഞും പറയാതെ ഒക്കെ പോയിട്ടുണ്ട്. അതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ മിസ്റ്റർ പിണറായി വിജയൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ കണക്കിന് കൊടുക്കുകയാണ് പിണറായി വിജയന്. ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഏതൊരു പെൺകുട്ടിയെയും, ഏതൊരു അമ്മയെയും, ഏതൊരു പെൺകുഞ്ഞിനെയും, ഏതൊരു കൗമാരക്കാരിയെയും, ഏതൊരു യൗവനയുക്തയായ സ്ത്രീയെയും വാഹനത്തിൽ കൊണ്ടു നടന്ന് തട്ടിക്കൊണ്ടുപോയി 6 മണിക്കൂറും 7 മണിക്കൂറും ബലാത്സംഗം നടത്തുന്നവനെ ഒരു നല്ല വക്കീലുണ്ടെങ്കിൽ, ചാക്കിൽ നിറയെ പണമുണ്ടെങ്കിൽ അവർക്കെല്ലാം രക്ഷപ്പെടാൻ സാധിക്കുന്ന നാടാണ് ഈ കേരളം എന്നാണ് കഴിഞ്ഞ കാലത്തിലെ ഈ കേരളത്തിലെ സംഭവ വികാസങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് എന്നുകൂടി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മനസ്സിലാക്കിയാൽ നല്ലത്. നിങ്ങളുടെ വീടിനകത്തിരിക്കുന്ന ശ്രീമതി കമലയ്ക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മകൾ വീണയ്ക്കും മാത്രമല്ല നീതി കിട്ടേണ്ടത്, ഈ കേരളത്തിലെ മുഴുവൻ പെൺകുട്ടികൾക്കും നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ ഇന്ന് നടത്തിയിട്ടുള്ള നാടകമുണ്ടല്ലോ, ആ നാടകം വിശ്വസിക്കാൻ മാത്രം മടയന്മാരല്ല കേരളത്തിലെ ജനങ്ങൾ. ഇന്നലെ അതിൻ്റെ വിധി എഴുത്ത് തെക്കൻ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. ഇന്ന് വടക്കൻ കേരളത്തിലും ആ വിധി എഴുത്ത് ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമതൊരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് പറയുകയാണ്, അമ്പലക്കൊള്ളയെക്കുറിച്ചാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞതായതുകൊണ്ടാണ് പേപ്പർ നോക്കി മറുപടി പറയുന്നത്. ശബരിമലയിൽ നടക്കാൻ പാടില്ലാത്തത് നടന്നുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എങ്ങനെയാണ് മിസ്റ്റർ പിണറായി വിജയൻ ശബരിമലയിൽ നടക്കാൻ പാടില്ലാത്തത് താങ്കൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ നടന്നത്? അവിടുത്തെ CCTV ക്യാമറകൾ എവിടെ പോയി? അവിടുത്തെ പോലീസ് അധികാരികൾ എവിടെ പോയി? അവിടെ ശബരിമലയുടെ താഴെ അങ്ങനെ വാഹനം കൊണ്ടുവന്നിട്ട് കട്ടിളപ്പാളി പൊളിച്ചെടുത്തു കൊണ്ടുപോകാൻ നിങ്ങളുടെ പാർട്ടി സംവിധാന പ്രകാരം ഒരു കോർപ്പറേഷന്റെ ബോർഡിന്റെ ചെയർമാന് മാർക്സിസ്റ്റ് പാർട്ടി അറിയാതെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നാണോ അങ്ങ് കേരളത്തിലെ പൊതുസമൂഹത്തോട് വിവരിക്കുന്നത്? ആണോ? ആരെയാണ് താങ്കൾ പറ്റിക്കുന്നത് കേരളത്തിൽ? വാസവൻ എന്തേ അറസ്റ്റ് ചെയ്യാത്തത്? എന്തേ അന്നത്തെ കടകംപള്ളിയുടെ മൗനം? ഞാൻ നേരത്തെയും പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു, കേരളത്തിന്റെ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളിയുടെ മൗനം ഭഞ്ജിച്ചാൽ അത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയിലേക്കുള്ള ദൂരമായിരിക്കും എന്ന് ഞാൻ പറയുകയുണ്ടായി. ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ വാസുവും കടകംപള്ളിയും പത്മകുമാറും മാത്രമാണ് ഈ തീവട്ടിക്കൊള്ളയുടെ കാരണക്കാർ എന്ന് കേരളം മനസ്സിലാക്കുമെന്ന് അങ്ങ് കരുതരുത്. കോർപ്പറേഷന്റെ ചെയർമാന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന, മുൻപായിരുന്ന, ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള
ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മിസ്റ്റർ പിണറായി വിജയൻ അറിയാതെ ശബരിമലയിലെ തീവട്ടിക്കൊള്ള നടക്കുമെന്ന് കേരളത്തിന്റെ പൊതുസമൂഹം വിശ്വസിക്കുന്നില്ല. ഒരു പ്രതിപക്ഷം ഇവിടെയുണ്ട്. എന്താ പ്രതിപക്ഷം? ഇവിടുത്തെ CPIM-ന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മാരീജന്റെ വേഷത്തിലാണ് കേരളത്തിൽ നടക്കുന്നത്. മാരീജന്റെ വേഷത്തിൽ നടക്കുന്ന ഈ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെ നിയമസഭയിൽ ആർജവത്തോടുകൂടി നട്ടല് നിവർത്തി നിന്ന് അങ്ങോട്ട് കാര്യങ്ങൾ മണിമണിയായി ചോദിക്കാൻ, ഉത്തരം പറയിപ്പിക്കാൻ തൻ്റെ ഇടമുള്ള ഒരു പ്രതിപക്ഷത്തിന്റെ അഭാവമാണ് ഇന്ന് കേരളം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ദുഃഖമാണ്. കഴിഞ്ഞ ദിവസത്തെ കോടതി വിധി കേട്ടപ്പോൾ വളരെ വലിയ ദുഃഖമാണ് ഉണ്ടായത്. ഞാൻ 48 മണിക്കൂർ പീഡിപ്പിക്കപ്പെട്ട അതിജീവിതയ്ക്ക് വേണ്ടി കൊച്ചിയിൽ പോലീസ് അധികാരികൾ പറഞ്ഞു അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കും. റോഡിൽ പാവിരിച്ചു കിടന്ന് 48 മണിക്കൂർ അതിജീവിതയ്ക്ക് വേണ്ടി അന്ന് മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ എന്നുള്ള രീതിയിൽ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ഒരു സ്ത്രീയാണ്. കോടതി വിധി കേട്ടപ്പോൾ ചങ്ക് തകർന്നുപോയി. കാരണം കോടതി എന്ന് പറയുന്നത് അവസാന വാക്കാണ്. പക്ഷേ ഇതിൻ്റെ മുകളിലും കോടതിയുണ്ട്. അതിജീവിതയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഓരോ സ്ത്രീകൾക്കും ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ടാണ് ഈ കേരള സമൂഹത്തിന്റെ മുന്നിൽ ഒരു രാഷ്ട്രീയക്കാരിയായിട്ടുള്ള സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയുമോ? ഒരുപാട് പണവും ഒരുപാട് സ്വാധീനവുമുള്ളവർക്ക് പെൺകുട്ടികളെ പരസ്യമായി എവിടെയും പീഡിപ്പിക്കാം, എവിടെയും വെച്ച് ബലാത്സംഗം ചെയ്യാമെന്നുള്ള ആ ഒരു പോയിന്റാണ് ഇന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എനിക്കും ഇവിടുത്തെ പൊതുസമൂഹത്തിനും കാണേണ്ടി വന്നതെങ്കിൽ അതിജീവിതയ്ക്ക് മേൽക്കോടതിയിൽ പോകുമ്പോൾ ഇവിടുത്തെ പൊതുസമൂഹം തീർച്ചയായിട്ടും അതിജീവിതയുടെ കൂടെ ഉണ്ടാകും എന്നുകൂടി പറയാൻ ഈ സമയത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ അതിജീവിതയ്ക്ക് കവചമായി വർത്തിക്കാൻ അതേത് മാഫിയയാണെങ്കിലും, ഏത് ഗുണ്ടാ തലവന്മാരാണെങ്കിലും, ഏത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് പരിപാടിയാണെങ്കിലും അതിൻ്റെ മുന്നിൽ അതിജീവിതയെ മാറോട് ചേർത്തുകൊണ്ട് പൊതുപ്രവർത്തനത്തിന് കഴിഞ്ഞ 30 വർഷക്കാലം നേതൃത്വം കൊടുത്ത അവരുടെ ഒരു സഹോദരി എന്നുള്ള രീതിയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഈ കേരളത്തിൻ്റെ പൊതുസമൂഹം ഉണ്ടാകും എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്.